ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ലൈറ്റ് ഇല്ലാതെ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫറിനെ വെഡിങ് വീഡിയോഗ്രാഫറിനെ ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കില്ല. ഇൻ റിയാലിറ്റി ഇത്തരം ഒരു സ്റ്റിക്ക് ലൈറ്റിന് ഒരു 10,000 15,000 രൂപ സ്പെൻഡ് ചെയ്യുന്നത് വർത്താണോ? എന്തുകൊണ്ടാണ് ഇത്തരം സ്റ്റിക്ക് ലൈറ്റുകൾ ഈ വെഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഇവന്റ് ഫോട്ടോഗ്രാഫി രംഗത്ത് ഇത്രയും ഫേമസ് ആയത്? ഈ വീഡിയോയിലൂടെ നമ്മൾ സ്റ്റിക്ക് ലൈറ്റ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ ഫോട്ടോഷൂട്ടിൽ ഈ സ്റ്റിക്ക് ലൈറ്റിനെ ഒരു മെയിൻ ലൈറ്റായും കിക്കർ ലൈറ്റായും ഹെയർ ലൈറ്റായും ബാക്ക്ഗ്രൗണ്ട് ലൈറ്റായൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് നിങ്ങളെടുത്ത് കാണിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. മുൻ വീഡിയോകളെ പോലെ തന്നെ ക്യാമറയുടെ LCD സ്ക്രീൻ അഥവാ ക്യാമറയുടെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ റെക്കോർഡ് ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത്. സോ എഡിറ്റഡ് ഇമേജസ് അല്ല, നിങ്ങൾക്ക് വിലയിരുത്താം എന്താണ് ഈ ഒരു ലൈറ്റിൻ്റെ ക്വാളിറ്റി, എന്താണ് ലൈറ്റിൻ്റെ കേപ്പബിലിറ്റി എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നമ്മൾക്കൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. വാട്ട് ഈസ് എ സ്റ്റിക്ക് ലൈറ്റ്? എന്താണ് ഒരു സ്റ്റിക്ക് ലൈറ്റിനെ ഇത്തരം കൺവെൻഷണൽ കണ്ടിന്യൂസ് ലൈറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ LED ലൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഇൻ സിമ്പിൾ ടേംസ്, വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സ്റ്റിക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോർട്ടബിളായ, മൊബൈലായ, വളരെ പ്രാക്ടിക്കലായ ഒരു ഇൻബിൽട്ട് ബാറ്ററിയോട് കൂടിയ കണ്ടിന്യൂസ് ലൈറ്റുകൾ അല്ലെങ്കിൽ LED ലൈറ്റുകളാണ്. ബാറ്ററീസ് ആർ ഓൾവേസ് റീചാർജബിൾ. ഒരു 1-2 മണിക്കൂർ ബാക്കപ്പ് തരുന്ന ഇൻബിൽട്ട് അല്ലെങ്കിൽ ഇതിനോട് കൂടിയ റീചാർജബിൾ ബാറ്ററീസ് എല്ലാ സ്റ്റിക്ക് ലൈറ്റിലും കാണും. ദർ മേ ബി എ സ്ക്രീൻ, ദർ മേ ബി എ കൺട്രോൾ ഡയൽ ആൻഡ് മച്ച് മോർ. വളരെയധികം ഫീച്ചേഴ്സ് ഇത്തരം സ്റ്റിക്ക് ലൈറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കേപ്പബിലിറ്റീസ് നമുക്കൊന്ന് ആഴത്തിൽ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ഇത്തരം ലൈറ്റുകളുടെ മൊബിലിറ്റി അല്ലെങ്കിൽ കൊണ്ടു നടക്കാനുള്ള എളുപ്പമാണ്. ഇത്തരം കണ്ടിന്യൂസ് LED ലൈറ്റുകൾ മിക്കവാറും ബാറ്ററി പവേർഡ് ആയിട്ടല്ല വരുന്നത്. ഇതെല്ലാം പവർ ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ കറണ്ടിൽ കുത്തി ഉപയോഗിക്കേണ്ടതാണ്. സോ ഇത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇത് കൊണ്ടു നടക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ബാറ്ററി പാക്ക് നമ്മൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ കൊണ്ടു നടക്കേണ്ടി വരും. സോ സംതിങ് ഇമ്പോസിബിൾ. ബട്ട് ഇറ്റ്സ് മൊബൈൽ, ഇറ്റ്സ് വെരി പോർട്ടബിൾ. എൻ്റെ കയ്യിലുള്ളത് വെൽബോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റിക്ക് ലൈറ്റ് ആണ്. SL500R എന്നാണ് ഈ ഒരു സ്റ്റിക്ക് ലൈറ്റിന്റെ പേര്. 10,000 രൂപയിൽ താഴെ വരുന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എൻ്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റിക്ക് ലൈറ്റ്സ് ആണ് ഈ വെൽബോണിന്റെ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 2 മണിക്കൂറോളം എനിക്കിതിൽ ബാക്കപ്പ് കിട്ടിയിരുന്നു, അതും ഫുൾ പവർ, മീൻസ് ഇൻ 60 വാട്ട്സ്. ഈ ഒരു ലൈറ്റിന്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. കുറച്ച് പോയിന്റുകളിലൂടെ കടന്നുപോയതിന് ശേഷം. സോ ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലോട്ട് വരുവാണ്, എർഗണോമിക്സ് അഥവാ ഡിസൈൻ. ഈ ഒരു സ്റ്റിക്ക് ലൈറ്റ് നോക്കൂ. ഇതിന്റെ എർഗണോമിക്സ് അല്ലെങ്കിൽ ഡിസൈൻ നമ്മൾക്ക് കയ്യിൽ കൊണ്ടു നടന്ന് ഒരു സിംഗിൾ ഹാൻഡഡ് ഓപ്പറേഷൻ സാധിക്കുന്ന തരത്തിലാണ്. എന്നാൽ ഇത്തരം LED ലൈറ്റുകളോ കുറച്ചുകൂടി ഹെവിയാണ്, കുറച്ചുകൂടെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു ലൈറ്റ് സ്റ്റാൻഡിൽ ഘടിപ്പിക്കാൻ കണക്കാക്കിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോട്ട് ഫോർ ഹാൻഡ് ഹെൽഡ് ഓപ്പറേഷൻ. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ എ ഹാൻഡ് ഹെൽഡ് ഓപ്പറേഷൻ ആൻഡ് മൊബിലിറ്റി. ഇത് കൊണ്ടു നടന്ന് ഒരു കൈ കൊണ്ട് വേണമെങ്കിൽ ഒരു കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കണക്കാക്കിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എർഗണോമിക്സ് അല്ലെങ്കിൽ ഡിസൈൻ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വെഡിങ് വീഡിയോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാൻഡിയാണ്, അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഈ ഒരു ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2500 കെൽവിൻ ടു 8500 കെൽവിൻ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു ജെല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. CTO ജെൽ ഈസ് ഇൻബിൽറ്റ്. ഒരു ഫുൾ CTO അല്ലെങ്കിൽ കളർ ടെമ്പറേച്ചർ ഓറഞ്ച് ജെല്ലിന്റെ വൈറ്റ് ബാലൻസ് ആയ 2500 കെൽവിൻ നമുക്ക് ഈ ഒരു ലൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്താൽ ട്യൂൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു LCD സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ പവറും മറ്റുള്ള സെറ്റിംഗ്സും ഒക്കെ വളരെ ഈസിലി അഡ്ജസ്റ്റബിൾ ആണ്. സോ ഡിസൈൻ വൈസ് ഇറ്റ് ഈസ് കിങ്. ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഇത്തരത്തിലുള്ള LED ലൈറ്റ്സും മൊബൈലായ അല്ലെങ്കിൽ ബാറ്ററി പവേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാതെ വയ്യ, ഇറ്റ് ഈസ് നോട്ടോറിയസ്ലി എക്സ്പെൻസീവ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ലൈറ്റ് ക്വാളിറ്റി. ലൈറ്റിന്റെ ക്വാളിറ്റിയാണ് അടുത്തൊരു പോയിന്റ് ആയിട്ട് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് LED ലൈറ്റ് അല്ലെങ്കിൽ കൺവെൻഷണൽ LED ലൈറ്റ് വരുന്നത് തന്നെ ഒരു ബൗൺസ് മൗണ്ടോട് കൂടെ അല്ലെങ്കിൽ ഒരു എലിങ്ക്രോം മൗണ്ടോട് കൂടെയാണ്. വിച്ച് മീൻസ് we have to put some light modifiers here. അംബർലയോ സോഫ്റ്റ് ബോക്സോ ഒക്ടാ ബോക്സോ പോലുള്ള ഇത്തരത്തിലെങ്കിലുള്ള ലൈറ്റ് മോഡിഫയേഴ്സ്, ലൈറ്റ് സോഫ്റ്റനിങ് ചെയ്യാനുള്ള ലൈറ്റ് മോഡിഫയേഴ്സ് ഇതിൽ യൂസ് ചെയ്ത് ഇതിൻ്റെ ലൈറ്റിൻ്റെ ക്വാളിറ്റിനെ സോഫ്റ്റ് ആക്കേണ്ടതാണ്. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് ദീസ് ആർ ഹാർഷ്. പക്ഷെ ഒരു സ്റ്റിക്ക് ലൈറ്റ് ആണെങ്കിലോ ഔട്ട് ഓഫ് ദ ബോക്സ് ഈ സ്റ്റിക്ക് ലൈറ്റുകൾ ഇത്തരത്തിലുള്ള കൺവെൻഷണൽ LEDകളെ സംബന്ധിച്ചിടത്തോളം വളരെ സോഫ്റ്റ് ആണ്. ഐ ബിലീവ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പാനലിൻ്റെ ക്വാളിറ്റി, LED പാനലിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്. പ്ലസ് ഇതിൻ്റെ ഒരു ഡിഫ്യൂസർ വളരെ നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ ഒരു സിലിണ്ടറിക് ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഇത്തരത്തിലുള്ള ലൈറ്റുകളുടെ ക്വാളിറ്റിനെ
കൂട്ടുന്നു അല്ലെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആക്കുന്നു. സോ അപ്പോൾ ഈ ഒരു വെൽബോൺ സ്റ്റിക്ക് ലൈറ്റിന്റെ ക്വാളിറ്റി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടിന് നമ്മളെ സ്റ്റുഡിയോയിൽ ഈ ഒരു ലൈറ്റ് ഉപയോഗിക്കുകയാണ്. നമ്മളിവിടുത്തെ ആദ്യത്തെ ലൈറ്റിംഗ് സെറ്റപ്പിൽ വെൽബോൺ SL500Cനെ ഒരു മെയിൻ ലൈറ്റ് ആയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ ഇത്തരം ഷൂട്ടുകൾക്ക് ഫ്ലാഷാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വലിയ തരത്തിലുള്ള ഒപ്റ്റാ ബോക്സുകൾ 120 സെൻറ്റിമീറ്റർ എബോവ് ഉള്ള സോഫ്റ്റ് ബോക്സുകളൊക്കെ ഉപയോഗിച്ചും ഗ്രിഡുകൾ ഉപയോഗിച്ചുമാണ് നമ്മൾ ഇത്തരം ഷൂട്ടുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഈ ഒരു കുഞ്ഞൻ ലൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഷൂട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് പറയേണ്ടി വരും, ഇറ്റ് ഈസ് എ വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ലൈറ്റ് ഈസ് സോഫ്റ്റ്, നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റുമാണ്. കൂടാതെ ഈ ഒരു ബാൻഡോർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ലൈറ്റിന്റെ സ്പില്ലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇതൊരു കണ്ടിന്യൂസ് ലൈറ്റ് ആയതുകൊണ്ട് ഫ്ലാഷ് ഉപയോഗിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി നമുക്ക് ഫൈനൽ റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാം. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കൂടാതെ ഈ ഒരു സെറ്റപ്പിൽ തന്നെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഈ ഫോട്ടോസ് നോക്കിയാൽ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് വെൽബോണിൻ്റെ ഈ ഒരു സ്റ്റിക്ക് ലൈറ്റിനുള്ളത്. ഞാൻ പറയും എക്സലൻറ്റ്, എക്സെപ്ഷണൽ. സോ ഇതിൽ നിന്ന് തന്നെ ഒരു പോയിന്റ് വരുന്നുണ്ട്, വീഡിയോയും കൂടെ ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിൽ ചെയ്യാമെന്നുള്ളത്. വീഡിയോഗ്രാഫർക്കും ഫോട്ടോഗ്രാഫർക്കും ഒരുപോലെ ഈ ലൈറ്റ് ഉപയോഗപ്രദമാകുന്നത് കൂടി കൊണ്ടാണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ ഇത്തരം സ്റ്റിക്ക് ലൈറ്റുകൾ ഫേമസ് ആകുന്നത്. സെക്കൻഡ് ലുക്കിൽ നമ്മളിവിടെ ഒരു കിക്കർ ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഹെയർ ലൈറ്റ് ആയിട്ടാണ് ഈ ഒരു വെൽബോൺ ലൈറ്റിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ വെൽബോൺ ലൈറ്റിൻ്റെ കെൽവിൻ വാല്യൂ 2500 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊരു ഫുൾ CTO അല്ലെങ്കിൽ ഫുൾ കളർ ടെമ്പറേച്ചർ ഓറഞ്ച് ജെല്ലിനെ അനുകരിക്കുന്ന ഒരു വൈറ്റ് ബാലൻസ് ആണ് ഈ ഒരു കിക്കർ ലൈറ്റിന് വേണ്ടത്. ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ച് ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഈസിയുമാണ്, എഫക്റ്റീവുമാണ്. ഇപ്പം എന്താണ് ഈ ഒരു ഷൂട്ടിൽ കണ്ട ദൃശ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ കണ്ട ഫോട്ടോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കാരണം ഞാൻ ക്യാമറയുടെ LCD സ്ക്രീൻ അല്ലെങ്കിൽ ക്യാമറയുടെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ റെക്കോർഡ് ചെയ്താണ് നിങ്ങളെ ദൃശ്യങ്ങൾ കാണിച്ചത്. സോ യു ക്യാൻ ജഡ്ജ് ഈസിലി. സാധാരണയായി AD200ഉം മാക്മോഡിന്റെ ഫുൾ CTO ജെല്ലുമാണ് ഇത്തരം ഷൂട്ടുകൾക്ക് കിക്കർ ലൈറ്റായി ഉപയോഗിക്കുന്നത്. വലിയൊരു സ്ട്രിപ്പ് ബോക്സും ലൈറ്റിന്റെ സ്പില്ല് കൺട്രോൾ ചെയ്യാനായിട്ട് അറ്റാച്ച് ചെയ്യാറുണ്ടെന്നും. ബട്ട് നൗ ഇറ്റ്സ് ഈസി ബട്ട് എഫക്റ്റീവ്. വെൽബോണിൻ്റെ സ്റ്റിക്ക് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. വെൽബോണിൻ്റെ ഒരു ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിലായാലും ആപ്പിൾ സ്റ്റോറിലായാലും അവൈലബിൾ ആണ്. ആ ഒരു ആപ്പ് ത്രൂ ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും ഇൻക്ലൂഡിങ് ഇതിൻ്റെ ഇഫക്ട്സ്, അത് ഞാൻ ഇനി പറയാൻ പോകുന്നുള്ള അടുത്ത പോയിൻ്റായിട്ട് എല്ലാ സെറ്റിങ്സും നമുക്ക് മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഐപാഡിൽ നിന്ന് കൺട്രോളബിൾ ആണ്. സാധാരണ LED ലൈറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഓഫൺ മിക്കവാറും ഇത്തരം സ്റ്റിക്ക് ലൈറ്റുകൾ RGB ഫീച്ചർ ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ പ്ലസ് പോയിന്റ്, ഇറ്റ്സ് എ ബോണസ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലുക്കിൽ ഇതിൻ്റെ RGB സ്പെക്ട്രം ഒന്ന് ഓണാക്കുകയാണ്. ഒരു റെഡ് കളർ നമ്മളിതിൽ ട്യൂൺ ചെയ്തെടുത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ലൈറ്റിന് ഉപയോഗിക്കുകയാണ്. ഇറ്റ്സ് സംതിങ് ഫൺ. വളരെ ക്രിയേറ്റീവും സ്റ്റണ്ണിങ്ങുമായിട്ടുള്ള റിസൾട്ട്സാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കൂടാതെ ഒരു സിംഗിൾ ക്ലിക്കിലാണ് ഹെയർ ലൈറ്റായിട്ട് ഉപയോഗിച്ച ഒരു വാം ടോണിൽ നിന്ന് RGB സ്പെക്ട്രത്തിലൂടെ നമ്മൾ ഈ ഒരു ലൈറ്റിനെ കൺവേർട്ട് ചെയ്തെടുത്തത്. ഡെഫിനറ്റ്ലി ഈസ് എ പ്ലസ് പോയിന്റ് ഫോർ വെഡിങ് ആൻഡ് ഇവന്റ് ഫോട്ടോഗ്രാഫേഴ്സ് ആസ് വെൽ ആസ് വീഡിയോഗ്രാഫേഴ്സ്. ഒരു വെഡിങ് വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു എലമെൻ്റ് ആണ്, ഒരു വസ്തുതയാണ് പ്രാക്ടിക്കാലിറ്റി ഓഫ് യൂസ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നതിലെ പ്രായോഗികത. ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് LED ലൈറ്റും ഒരു വലിയ 120 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്റർ ഒപ്റ്റാ സോഫ്റ്റ് ബോക്സും കൊണ്ടുപോയാൽ വളരെ പ്ലീസിങ് ആയിട്ടുള്ള സോഫ്റ്റ് ലൈറ്റും നല്ല റിസൾട്ട്സും കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു ലൈറ്റും ആ സോഫ്റ്റ് ബോക്സും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ എടുക്കുന്ന സമയം ഒന്ന് കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരും. ബിക്കോസ് വെഡിങ് ഈസ് വെരി ബിസി. സമയം കയ്യിലെടുത്താവും പല വെഡ്ഡിങ്സും നമ്മുടെ നാട്ടിൽ റൺ ചെയ്യുന്നത്. സോ പ്രാക്ടിക്കാലിറ്റി ഷുഡ് ബി കൺസിഡേർഡ്. നേരെ മറിച്ച് ഈ ഒരു വെൽബോണിൻ്റെ സ്റ്റിക്ക് ലൈറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു സ്റ്റിക്ക് ലൈറ്റ് ആണെങ്കിലോ ഈ ഒരു വെൽബോണിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇത്തരത്തിലുള്ള ഒരു ഹാർഡ് കേജ് അടക്കമാണ് ഈ ഒരു ലൈറ്റ് ഷിപ്പ് ചെയ്യുന്നത്. ഈ ഒരു കേജ് നമ്മളെ ലൈറ്റ് ബോയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബോധമുള്ള ഒരു ലൈറ്റ് ബോയ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യം വരുമ്പോൾ വളരെ പെട്ടെന്ന് ഇതെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓണാക്കി ഇത്ര സമയം കൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റായി ഒരു സിംഗിൾ ഹാൻഡഡ് ഓപ്പറേഷനാണ്, നമുക്ക് എന്തും ഇതിൽ നിന്ന് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ സ്റ്റിക്ക് ലൈറ്റ്സ് ആർ മോർ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ സ്റ്റിക്ക് ലൈറ്റ്സ് നമ്മളുടെ വെഡ്ഡിങ്സിൽ കൂടുതൽ പ്രായോഗികമാണ്. ഈ ഒരു ലൈറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ പീക്ക് പവർ 60 വാട്ട്സ് ആണ്. 60 വാട്ട്സ് ഒക്കെ നമ്മളൊരു ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ഏതൊരു ഇൻഡോർ ലൈറ്റിംഗ് സെനാരിയോസിലും നമുക്കിപ്പോൾ ഒരു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കപ്പിൾ ഫോട്ടോ എടുക്കുന്ന സമയത്തായാലും കപ്പിൾ വീഡിയോ എടുക്കുന്ന സമയത്തായാലും പെണ്ണിൻ്റെ ചെക്കൻ്റെ സിംഗിൾ വീഡിയോ എടുക്കുന്ന സമയത്തായാലും ഫോട്ടോ എടുക്കുന്ന സമയത്തായാലും ഈ ഒരു ലൈറ്റിൻ്റെ 60 വാട്ട് ഔട്ട്പുട്ട് മതി. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് റിവ്യൂ. എനിക്ക് വെൽബോൺ ബ്രാൻഡ് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട്
ആരാണ്ട് സെൻഡ് ചെയ്തതെന്നാണ്. ഐ ഹാവ് ടു റീസെൻഡ് ഇറ്റ്. അതുപോലെ ഞങ്ങൾ ചെയ്ത ഒരു ചെറിയ ഓണം ഔട്ട്ഡോർ ഷൂട്ടിന് ലൈറ്റ് ഡിം ആയതുകൊണ്ട് ഞങ്ങളിത് ഉപയോഗിച്ചു. നിങ്ങൾ ഈ ഒരു വിഷ്വൽസ് കണ്ടു നോക്കുക. ഐ ബിലീവ് ഇറ്റ്സ് എഫക്റ്റീവ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, ഹാർഷ് ലൈറ്റിംഗ് സെനാരിയോസിൽ അല്ലെങ്കിൽ ഒരു നട്ടുശക്കൊന്നും ഇത് നമ്മൾ ഔട്ട്ഡോർ പോയിട്ട് അടിച്ചാൽ കാണില്ല. അത്രയും പവർ ഇതിനില്ല. പക്ഷേ ഇഫ് ലൈറ്റ് ഈസ് ഡിം, സൂര്യപ്രകാശം കുറവാണെങ്കിൽ അല്ലെങ്കിൽ വൈകിട്ടായ സമയത്തോ രാവിലെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് യൂസ്ഫുൾ. നിങ്ങളൊരു വീഡിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൊബൈൽ ലൈറ്റ്, ഒരു ഹാൻഡിൽ ലൈറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിലോട്ട് കൊടുക്കാം. വീഡിയോൻ്റെ അല്ലെങ്കിൽ ഫോട്ടോൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. ഇറ്റ്സ് വെരി ഈസി, അഫോർഡബിൾ. 8500 രൂപ മാത്രം. ഏറ്റവും ആകർഷണീയമായ, വളരെ അട്രാക്റ്റീവായ മറ്റൊരു പോയിന്റാണ് ഇത്തരം ലൈറ്റുകൾ മിക്കവാറും RGB ആണ്. ഈ ഒരു വെൽ ബോണ്ട് ലൈറ്റ് ഈ ഒരു സൈഡ് കാണുന്നത് നമുക്ക് 2500 കെൽവിൻ മുതൽ 8500 കെൽവിൻ വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു പാനലാണ്. എന്നാൽ നമ്മൾ ഈ ഒരു HSI ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിയർ സൈഡാണ്, ബാക്ക് സൈഡാണ് ഇലുമിനേറ്റ് ആവുന്നത് അല്ലെങ്കിൽ കത്തുന്നത്. അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്യൂൺ ചെയ്യാവുന്ന ഒരു RGB LED പാനലാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു നൈസായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ലൈറ്റൊക്കെ നമ്മുടെ ഷൂട്ടുകൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കപ്പിൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും കപ്പിൾ വീഡിയോ, സിംഗിൾ വീഡിയോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോറിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ ഭിത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെനാരിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്യാം. എനിക്ക് ഈ ഒരു ബെൽബോണിൻ്റെ ലൈറ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കുറവ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ബാൻഡോർ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ, വെരി യൂസ്ഫുൾ. പക്ഷേ അത് ഈ ഒരു ഫ്രണ്ടിലെ LED പാനൽ, അതായത് 2500 to 8500 കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനലിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നത് സ്റ്റക്കായി നിൽക്കും. മീൻസ് ഇതിൻ്റെ ബാക്കിലുള്ള ഒരു RGB സ്പെക്ട്രം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൻഡോർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇഫ് ദാറ്റ് വാസ് പോസിബിൾ, അതുകൂടെ സാധിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു 8500 രൂപക്ക് ഇത് എന്ത് പറയാനാ, അത്രയും നമുക്ക് ബെനിഫിഷ്യൽ ആയിരുന്നാണ്. അതുപോലെ ഈ ഒരു ലൈറ്റിൽ ബിൽറ്റിനായിട്ട് 19 എഫക്ട്സ് ഉണ്ട്. ക്യാൻഡിൽ ലൈറ്റ്, TV, ഫയർ ലൈറ്റിനെ അങ്ങനെ പറഞ്ഞ് നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് വീഡിയോസിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു 19 എഫക്ട്സ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം വീഡിയോ വളരെ ലോങ് ആയി പോകുന്നത് കൊണ്ടാണ്. ബട്ട് നമുക്കൊരു ക്രിയേറ്റീവ് വാല്യൂ കൂട്ടാനായി ഇത്തരം എഫക്ട്സുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, ഇറ്റ്സ് ആൻ അഡീഷൻ. സ്റ്റിക്ക് ലൈറ്റ് ടെക്നോളജിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഈ വീഡിയോ സഹായമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ ഈ ഒരു വെൽബോൺ ലൈറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ആമസോൺ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ വീണ്ടും കാണും അടുത്ത ആഴ്ച വളരെ ഹെൽപ്ഫുള്ളായ പുതിയൊരു ടോപ്പിക്കുമായി.